അപ്പോൾ വളരെ സിമ്പിളായിട്ട് അമ്മേനെ ബാത്റൂമിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും എല്ലാത്തിനും ആ ചെയറാണ് ഉപയോഗിക്കുന്നത്. ഒത്തിരി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഒത്തിരി ആളുകൾക്ക് ഇതിന്റെ ഒത്തിരി പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമ്മയെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഒരു ഉമ്മ തരാം. എനിക്കൊരു ഉമ്മ തരാൻ പറ്റുമോ? ഒന്നൊരു ഉമ്മ. ഹലോ നമസ്കാരം, ABC മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി, അതായത് കിടപ്പുരോഗിയ അമ്മ കേട്ടോ, കിടപ്പുരോഗിയ അമ്മയ്ക്ക് വേണ്ടി ഈ മകൻ ഒരു വീൽ ചെയർ കണ്ടുപിടിച്ചു. അത് കേരളം മൊത്തം ഏറ്റെടുത്തു. കാരണം ഇദ്ദേഹം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും. ഒരു വീൽ ചെയർ കണ്ടുപിടിച്ചു. അത് ഒത്തിരി പ്രത്യേകതകളും ഒത്തിരി ഉപകാരപ്രദമായ, അതായത് കേരളത്തിൽ ഈ കിടപ്പുരോഗികളായ കുറേ ആളുകളുണ്ട്. അവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു വീൽ ചെയറാണ് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഈ മകൻ കണ്ടുപിടിച്ചത്. അപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുക. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം എൽദോ ചേട്ടൻ. എൽദോ ചേട്ടാ നമസ്കാരം. അപ്പം ഇതാണ് എൽദോ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖം. അപ്പം ചേട്ടാ നമുക്ക് എന്തായാലും വീട്ടിൽ പോയി അമ്മേനെയൊക്കെ ഒന്ന് കാണാം. നമുക്ക്. അപ്പൊ ഇതാണ് എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ ഈസി പിക്ചർ എന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കിയത്. അമ്മ വയ്യാണ്ടിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ അമ്മയ്ക്ക് ഇച്ചിരി ആരോഗ്യത്തിന്റെ പ്രശ്നമുണ്ട്. 90 വയസ്സുണ്ട്. അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള യാതൊരു രോഗമോ പ്രശ്നങ്ങളോ ഇല്ല. അപ്പൊ നമുക്ക് ഇതിനകത്തുണ്ടല്ലോ ഈസി പിക്ചറിൽ 2 ടൈപ്പ് സീറ്റാണ് ആളെ എടുക്കാനായിട്ടുള്ളത്. ഒന്ന് നമുക്ക് ഹോളുള്ളത്. ഇത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ബാത്റൂമിലൊക്കെ പോയി ബാത്റൂമിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതും, പിന്നെ നമ്മൾ കുറച്ച് നേരം ആളെ ഒന്ന് ഇരുത്തി നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ കുറച്ച് നേരം TV കാണാൻ അങ്ങനെയുള്ള ഉപയോഗിക്കത്തക്ക രീതിയിൽ ഹോളില്ലാത്തതുമായിട്ടുള്ള 2 വീൽ സീറ്റുകളാണ് ഉള്ളത്. അപ്പം നമ്മളിതിങ്ങനെ ഇതേപോലെ നമ്മളങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ നമ്മൾ രോഗി കിടക്കണതിൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കയറ്റി നമ്മൾ ഇതിലിരുത്തും. എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ഈസി പിക് ചെയർ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നമ്മൾ കയറ്റുകയാണ് ചെയ്യണത്. കട്ടിന് ബെഡിൻ്റെ അടിയിലേക്ക് കയറ്റിയിട്ട് നമ്മളിങ്ങനെ കയറ്റി കൊണ്ടുവന്നിട്ട് ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചവിട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ പതുക്കെ കൊളുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ 4 ചെയിനും ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ബാക്കിൽ റെസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അങ്ങ് വെച്ച് കൊടുത്തു. പിടിച്ചോ. ഇനി നമുക്കൊന്ന് പോയാലോ. പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ കയറ്റൊക്കെ വന്ന് ഇറക്കി കൊടുത്ത് തുന്തിരിയായിട്ടിരുന്നു. ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ കൊണ്ടുപോകാം. ഇനി നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ് ചെയ്യണേ. ബാത്റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവന്ന്, അപ്പോൾ ബാത്റൂമിൽ എപ്പോഴും നമുക്ക് ഒരേ ലെവലായിരിക്കില്ല. ചില ബാത്റൂമിൽ ഇച്ചിരി ഹൈറ്റ് കൂടിയതും ചില ബാത്റൂമിൽ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞതും അങ്ങനെയൊക്കെയാണ് വന്നെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു റാമ്പ് ഉണ്ടാക്കി കൊടുക്കണം. ചെറിയൊരു റാമ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ റാമ്പ് വഴി പതുക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് പതുക്കെ കൊണ്ടുവന്ന് നമുക്ക് സാവധാനം ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ കയറ്റി ക്ലോസറ്റിൻ്റെ മേളിൽ കൊണ്ട് വയ്ക്കുക. ക്ലോസറ്റിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഷവറൊക്കെ എടുത്ത് കുളിപ്പിച്ച് നല്ല അടിപൊളിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ നിന്ന് കയറ്റി എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളം വീഴുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് തുരുമ്പെടുക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് അലൂമിനിയം, മേളുഭാഗം 304 സ്റ്റെയിൻലെസ് സ്റ്റീലും വെച്ചാൽ നമ്മൾ ചെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തോരം വെള്ളം വീണാൽ തുരുമ്പെടുത്തു പോകുമോ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുമെന്ന് ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാത്റൂമിൽ എല്ലാ വർക്കും കുളിപ്പീരെല്ലാം കഴിഞ്ഞ് തുടച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ പഴയതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് ആ റാമ്പ് വഴി പതുക്കെ വലിച്ചിങ്ങനെ കയറ്റി നമ്മളാളെ ഇങ്ങനെ കയറ്റി കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നമ്മുടെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഹാളിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. അതേപോലെ നമുക്ക് ഔട്ട് സൈഡൊക്കെ ഒന്ന് കാണിക്കണം. അവരെ പുറത്തായിട്ട് കാണാറുണ്ടോ? അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ പുറം സൈഡൊക്കെ ഒന്ന് കണ്ട് അടിപൊളിയായി ഹാപ്പിയായോ? അത് കാണാറുണ്ടോ? പക്ഷികളും പറവകളൊക്കെ ഇങ്ങനെ പാറി നടക്കണു. അത് നമ്മുടെ തറവാട്. അങ്ങനെ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് നാട്ടുകാരെയൊക്കെ ഒന്ന് കണ്ട് അടിപൊളിയായി. അപ്പോൾ നമ്മൾ ബാത്റൂമിലെ വർക്ക് കഴിഞ്ഞു, നമ്മൾ പുറത്തൊക്കെ കുറച്ച് നേരം കൊണ്ടിരുത്തി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് പഴയതുപോലെ തന്നെ ആളെ കൊണ്ടുവന്ന് നമ്മൾ ബെഡിലേക്ക് കിടത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇതേപോലെ കൊണ്ടുവരുന്നു. ഹൈറ്റുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി ബെഡിൻ്റെ ഹൈറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പതുക്കെ ബെഡിലേക്ക് കയറ്റിയതിന് ശേഷം ഹൈഡ്രോളിക് റിലീസ് ചെയ്ത് അതിലേക്ക് ഇരുത്തി ബാക്ക് റെസ്റ്റ് നമ്മൾ ആദ്യം എടുത്തു മാറ്റി. അതിന് ശേഷം നമ്മൾ
ചെയിനുകളെല്ലാം അൺലോക്ക് ചെയ്യുന്നു. അതൊക്കെ നമുക്കിതങ്ങ് മാറ്റട്ടെ, കിടത്തട്ടെ. ഓലാമ്പേ. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ പഴയതുപോലെ തന്നെ കിടത്തിയ ആളെ പഴയതുപോലെ ബെഡിൽ കൊണ്ട് കിടത്തി. അപ്പോൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഈ രോഗികളെ നമുക്ക് വീടിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ അവരെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതും വണ്ടിയിലേക്ക് കയറ്റാൻ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ രോഗികളെ വണ്ടിയിലേക്ക് കയറ്റാൻ പറ്റുമെന്നുള്ളതും കൂടിയാണ് നമ്മൾ നോക്കണേ. ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള സെഡാൻ കാറുകൾ പോലെയുള്ള ഇതിനകത്താണ് നമുക്കിത് കയറ്റാൻ പറ്റുന്നത്. അപ്പോൾ ഈ ആളെ വണ്ടിയിലേക്ക് കയറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം ചെയ്യാണ്ട്, ഇതിൻ്റെ ഈ വണ്ടിയുടെ സീറ്റിനെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാനുണ്ട്. നമ്മളിങ്ങനെ ഇതിനകത്ത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് കയറ്റി വയ്ക്കൽ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഈ വണ്ടിയുടെ സീറ്റിനെ ആദ്യം നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്ന് ആളെ വെക്കാനുള്ള സൗകര്യത്തിൽ നമ്മൾ ആക്കി എടുക്കുകയാണ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഹൈഡ്രോളിക്കിൽ ഇതിൻ്റെ ഹൈറ്റ് മാക്സിമം കൂട്ടിക്കൊടുത്ത് ആളെ പതുക്കെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടിയുടെ സീറ്റിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി നിർത്തിയതിന് ശേഷം ഹൈഡ്രോളിക് റിലീസ് ചെയ്ത് ആളെ നമ്മൾ അങ്ങനെ ഇരുത്തി ബാക്കിലെ സീറ്റ് നമ്മൾ ആദ്യം ഊരി മാറ്റണം. ബാക്കിലെ സീറ്റ് അങ്ങ് ഊരി മാറ്റിയതിന് ശേഷം അതൊക്കെ ഇവിടെ നിങ്ങോട്ട് മാറ്റി നിർത്തി ഇതേപോലെ തന്നെ തിരിച്ച് ആളെ പഴയതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റിയാണ് വെക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 3-4 ആളുകൾ കൂടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആളെ ഈ വണ്ടിയുടെ ഉള്ളിൽ കയറ്റുന്നത്. ഇത് ഒരാൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ആളെ ഉള്ളിൽ കയറ്റി വെച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് കൊണ്ടുവരാനും സാധിക്കും. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ കാറിൻ്റെ സീറ്റ് ബെൽറ്റ് വളരെ സേഫായിട്ട് ഇട്ട് കൊടുത്ത് രോഗീനെ സേഫായിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട്. വളരെ സിമ്പിളാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റേബിൾ അല്ല. അത് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മെറ്റീരിയൽ മറ്റുള്ള കാര്യങ്ങൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഇപ്പോൾ ഒരു പ്രൈസ് പറയുന്നില്ല. അങ്ങനെ പ്രൈസ് കാര്യങ്ങൾ പിന്നെ ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അത് എവിടെ ഉണ്ടാക്കുന്നു, എങ്ങനെയാണ് വരുന്നത്, ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങൾ വന്നതിന് സർവീസ് ഉണ്ടോ, അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് നേരിട്ട് വിളിച്ച് സംസാരിച്ച് അവിടെ കാര്യങ്ങളെല്ലാം തീർത്ത് ക്ലിയർ ചെയ്യാം. പിന്നെ ഞങ്ങളുടെ കമ്പനി ഈസി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കമ്പനി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഈ പ്രൊഡക്റ്റ് കണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടേതായ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ വെച്ചാൽ പല രോഗിയും പല രീതി, പല ഡോറുകൾ, അതേപോലെ വീടിൻ്റെ സിറ്റുവേഷൻ കാര്യങ്ങൾ, അങ്ങനെ പല മാറ്റങ്ങൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൽ ചെയ്യേണ്ടി വരും. പറ്റുന്ന മാറ്റങ്ങൾക്ക് നമ്മൾക്ക് രോഗിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി അമ്മ ഭയങ്കര ഹാപ്പിയായി. അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ അതിൽ ഹാപ്പിയായി. സേഫായിട്ട് അവർക്ക് ബാത്റൂമിൽ പോയി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഈസി ആയി തീർന്നിരിക്കും. അപ്പം നമ്മുടെ എൽദോ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തം മാത്രമല്ല, ഒരു ചെറിയൊരു ശാസ്ത്രജ്ഞനാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. കാരണം ഇഷ്ടം പോലെ സാധനമാണ് ആൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഓരോ എപ്പിസോഡിൽ കാണാം അല്ലേ? കാണാം. ഈസി പ്രൊഡക്റ്റ് തുടങ്ങിയിട്ട് 20 വർഷം ആവാൻ പോവാണ്. 20 വർഷത്തിന് മുമ്പ് നമ്മൾ അമേരിക്കയിലായിരുന്നു. ഞാൻ അമേരിക്കൻ നേവിയുടെ യുദ്ധക്കപ്പൽ ഉണ്ടാക്കുന്ന സെക്ഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 10-15 സ്റ്റേറ്റിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവിടുത്തെ ജോലിയൊക്കെ അവിടുത്തെ ജോലിയെല്ലാം നിർത്തി നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 20 വർഷമാണോ. 20 വർഷത്തിൽ ആദ്യം തുടങ്ങിയത് നമ്മുടെ ഈസി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് ഈസി ലാഡർ എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് ഈസി തോട്ടി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വന്നു. അതിനുശേഷം ഈസി ഹോം ലിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വന്നു. പിന്നെ ഈസി ട്രീ കട്ടർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നു. പിന്നെ ഈസി ട്രോളി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നു. അങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള പല പല പ്രൊഡക്റ്റുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈസി പിക്ക് ചെയർ. അത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്തത്. അനേകം ആളുകൾക്ക് 4 ചുവരിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്ന അനേകം ആളുകൾക്ക് ഭയങ്കര ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റാണ്.